നമസ്കാരം, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഞാൻ അല്ലേട്ടനുമായിട്ട് തന്നെ സംസാരിച്ചാണ് മിക്കപ്പോഴും നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോഴൊക്കെ ഞാൻ അല്ലേട്ടനാണ് ഇൻ്റർവ്യൂ ചെയ്യാറുള്ളത്, അല്ലേട്ടനാണ് അതിന് ഉത്തരം പറയാറുള്ളത്. പക്ഷെ ഈ അല്ലേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്ന ഒരാളിവിടെ ഉണ്ട് എന്നെനിക്കറിയാം. അത് ഒത്തിരി കാലം കൊണ്ട് എനിക്കറിയാവുന്നതാണ്. അല്ലേട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ ഉമ്മയാണോ പ്രേരണ കൊടുക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണം. അത് ശരിയാണോ സത്യമാണോ എന്ന് അറിയണം. ഞാനോ അവൻ പറയുന്നേനോ അതിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പേ അത് നമുക്ക് അതിലേക്ക് വരാം. അത് പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത്, ഈ പഴംപൊരിയാണല്ലോ ഈ ഇരിക്കുന്നത്. പണ്ടൊരു ഈ പഴംപൊരി പൊരിച്ചത് ഓർമ്മയുണ്ടോ? പൊരിച്ച എവിടെങ്കിലും കൊണ്ട് വെച്ചിരുന്നതോ? പറഞ്ഞേ എന്തോല്ല, അത് നീ എന്നെ എടുത്തോണ്ട് പോയ നീ എടുത്ത് ഒളിച്ചു വെച്ചു വെറോന്റെ വീട്ടിൽ പത്താമ്പരയിൽ. ഞാനല്ലേ ഒളിച്ചു വെച്ചു? ഉമ്മ കൊണ്ടുവന്ന് പത്താമ്പരയുടെ അടിക്ക് വെച്ച്. പിന്നെ എന്നിട്ട് നീ എടുത്തോണ്ട് പോയി പത്താമ്പരയുടെ അടിക്ക്. ഉമ്മ അത് സുരക്ഷിതമായി കൊണ്ടുവച്ചു. അവിടുന്ന് അല്ല പെരിച്ചാഴി എടുത്തുകൊണ്ട് വന്നാല് ഇത് എടുത്തോണ്ട് പോക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. വീട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ തന്നെ എടുത്തോണ്ട് പോയിരുന്നു പണ്ട്. പാത്രങ്ങളും ഇതൊക്കെ ആക്രി കച്ചവടം ഉണ്ടായിരുന്നു. അല്ല ആക്രിക്ക് കൊണ്ട് കൊടുക്കുമ്പോ പൈസ കിട്ടും, അത് കൊണ്ടുപോകും. സ്വന്തം മട്ടച്ചെലവിലുള്ള പൈസ അതെയാണ് പരിപാടി. കിണ്ടി മന്തയൊക്കെ പണ്ടുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. കൊച്ചു വിളക്ക്. അപ്പൊ വീട്ടിൽ വലിയ നമുക്കൊന്നും വലിയ മാർഗമൊന്നുമില്ല, കൈമണിയൊന്നും തരത്തില്ല. അന്ന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കാലത്താണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ജയിലിൽ പോകും. പുരാവസ്തുക്കളാണ് മോഷ്ടിച്ചത്. അങ്ങനെ കിണ്ടി മന്തയൊക്കെ കുറെ കൊണ്ടുപോകും. അതിരുന്നങ്ങ് ചീത്തയായി. മറ്റവനാണെങ്കിൽ പെട്ടി ഉണ്ടല്ലോ, പെട്ടിയുടെ അടുത്തൊക്കെ ഈ പിച്ചളായിരിക്കുമല്ലോ, അത് അവൻ ഇളക്കിക്കൊണ്ട്. അപ്പൊ രണ്ടുപേരും കണക്കായിരുന്നു. അമ്മക്ക് രണ്ടുപേരാണ്. മൊത്തം എത്ര മക്കളാണ് നമുക്ക്? 10 3 പേര് മരിച്ചു, ഇപ്പൊ 7 പേരുണ്ട്. 5 പെണ്ണുങ്ങള്, 2 ആൺപിള്ളേർ. 10ാമത്തെ പുത്രനാണ്. അപ്പൊ ഏറ്റവും ഇളയ പുത്രന്മാരോട് സാധാരണ എല്ലാ വീട്ടിലും അമ്മമാർക്ക് ഒരു വല്ലാത്ത സ്നേഹം വാത്സല്യം ഉണ്ട്. അതിപ്പോഴും ഉണ്ട്. ആര്യത്തിയൊക്കെ എപ്പോഴും കാണിക്കുമോ? ഉണ്ട്. പിന്നെ വഴക്ക് പറയുമ്പം വല്ലതൊക്കെ പറയും. അതേ കണ്ടില്ലെങ്കിൽ വിഷമോ. വഴക്ക് പറയുമ്പോ എന്തെങ്കിലും പറയും, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയും. പക്ഷെ കണ്ടില്ല വിഷമോ. ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. അല്ല ഒരു ദിവസം എവിടെങ്കിലും പോയാ അന്ന് പറഞ്ഞാൽ അന്ന് ഉറക്കവും വരത്തില്ല. ഉമ്മ ഈ അല്ലേട്ടൻ ചെയ്തിട്ടുള്ള കുസൃതികൾ ഉമ്മയൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ? ചെയ്തിട്ടുണ്ടെങ്കിലും അതേ ഉള്ളൂ. അല്ല അതേ ഉള്ളൂ. അല്ല ഏതെങ്കിലും ഉമ്മയ്ക്ക് കടുത്ത് ഇവന് 4 എണ്ണം കൊടുക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു? കൊടുക്കത്തില്ല. ഉമ്മ അടിക്കത്തില്ല. പാപ്പ അടിക്കൂ? പിച്ചെടുത്ത് പോലും ഇല്ല. ഉമ്മയാ? എന്റെ ഒരു കുഴപ്പമുണ്ട്, എന്റെ അഹങ്കാരമുണ്ട്. പക്ഷേ പാപ്പ അടിക്കും. ഒരു മക്കളെ പിച്ചേട്ടും ഇല്ല, അടിച്ചിട്ടും ഇല്ല. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് പിച്ചാങ്കോട്ടി എന്നാലും അവിടെ ചെല്ലുമ്പോ എനിക്ക് ഒക്കത്തില്ല. സാധാരണ ഏത് അമ്മമാരായാലും മക്കൾക്ക് പിച്ചാനെന്ന് പറഞ്ഞാൽ ഉമ്മ അടിക്കായിരുന്നു. എന്താണെന്നറിയോ? പാപ്പ ഇഷ്ടം പോലെ അടിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പുറത്ത് ഉമ്മയുടെ അടിച്ചെന്തോ ചെയ്യാനാ? രണ്ടുപേരോടും അടിച്ച ചെണ്ടയുടെ പോലും ഒരു സൈഡിലല്ലേ അടിക്കാറുള്ളൂ. അതെ, 2 സൈഡിൽ ഒരുമിച്ച് അടിക്കൂല. ഒരിടത്ത് കോലിട്ടേച്ചാ അടിക്കുന്നത്. ഇതിപ്പുറത്ത് അടി തീർന്നിട്ട് വേണ്ടായ ഉമ്മ അടിക്കാൻ. പാപ്പ അടിച്ചിട്ടില്ല. ഇയാള് എന്നെ അടിച്ചിട്ടില്ലേ? എന്നെ ഒരു ദിവസം പാപ്പ ഉറങ്ങി കിടന്നപ്പോ അടിച്ച ഓർമ്മയുണ്ടോ? അത് കാണിച്ച എന്തുവായിരുന്നത്? പാപ്പ അടുത്ത് ഉറങ്ങി കിടന്നു. പശുവിന് കാടി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാതെ പോയി കിടന്ന് ഉറങ്ങി. വാപ്പ ഉച്ചയ്ക്ക് വന്നപ്പോ ഞാൻ കിടന്ന് ഉറങ്ങുവോ, ഉറക്കത്തി വെച്ച് അടിച്ചു. അടിച്ചപ്പോ ഞാനില്ല ഉറക്കത്തി എഴുന്നേറ്റ് കൂർക്കം വലിച്ചു. ഒരു വേളം കാണിച്ചു. വാപ്പ പേടിച്ചു പോയി. ഏതാണ്ട് പോലെ ഞാൻ ഉറങ്ങിയില്ല, വയ്യാത്തോണ്ണം കാണിച്ചു. അപ്പോഴത്തേക്ക് ഞാനും കരയാനും ഭാവിച്ചു. വാപ്പായി അങ്ങ് പേടിച്ചു പോയി. വാപ്പ പെട്ടെന്ന് ആചാരെടുത്ത് പോയി. അവിടെ ചെന്ന് വെള്ളം ഓതിച്ചു. ഇത്തിരി മുന്തിരിങ്ങായിട്ട് വന്ന് മുന്തിരിങ്ങ ഒരു നേരമായിട്ടങ്ങ് തിന്നു. അതൊരു രസമായിരുന്നു. വെള്ളം പിന്നെ കുടിച്ചത് തന്ത്രങ്ങളൊക്കെ പണ്ടേ ഉണ്ടല്ലേ? നല്ല തന്ത്രങ്ങളുണ്ട്. പള്ളിക്കൂട്ടി പാതിരിക്കാനേ അയ്യത്ത് പോയിരിക്കും വയറ്റുവേദന എന്നും പറഞ്ഞു. അന്ന് അയ്യത്തൊക്കെയാണല്ലോ വിളിക്കുന്നത്.
എന്നിട്ട് വാപ്പ വയറ്റ് വേദന ഞാൻ തന്നെ അങ്ങോട്ട് പറയും അവന് വയറ്റ് വേദന അതുകൊണ്ട് വിടണ്ട എന്ന് പറയുമ്പോ അങ്ങ് വാപ്പ അങ്ങ് പോകുമ്പോ തന്നെ റെഡിയായിട്ട് എണ്ണിച്ച് വരും. തന്ത്രശാലിയാണ്, ഒരു കുഴപ്പമില്ല. മടിയനായിരുന്നു, പക്ഷെ വലുതായപ്പോ ഇപ്പൊ വലിയ മടിയൊന്നുമില്ല. കൊതിക്കോതക്കവും ഞാന് വയറ്റ് വേദന എന്താ ഓരോരുത്തർ അന്നൊക്കെ ഓരോരുത്തർ കൊതിക്കോതുമ്പം അങ്ങ് മാറും. അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊതിക്കാൻ കൊണ്ടുപോയി. സാധാരണ കൊതി ഉണ്ടെങ്കിൽ ആണ് ഈ എനിക്ക് ഒരല്പം പോലും വയറിളകിയിട്ടില്ലെന്ന് എനിക്കറിയാം. കൊതിയില്ല. ഉമ്മ കൊണ്ടുപോയി ഓദിക്കാൻ കൊണ്ടുപോയ ആ താത്ത ഓർക്കാനിച്ച് കുഴഞ്ഞ്. അന്നാണ് എനിക്ക് ഈ കൊതിക്കോതലിലുള്ള വിശ്വാസം എല്ലാം പോയത്, നഷ്ടപ്പെട്ടത്. താത്താക്ക് പിന്നെ വയ്യ, കൊതി അങ്ങോട്ട് പിടിച്ച്. യഥാർത്ഥത്തിൽ കൊതി ഇല്ലായിരുന്നു, ഇല്ലാത്ത കൊതിയാണ് താത്ത ഓതി ഇങ്ങനെ കാണിച്ചത് അല്ലേ. അപ്പൊ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു ഊടായി പൊപ്പിച്ചു വെക്കും. അത് മുള്ളുവാരിയുടെ പുറത്തൂടെ ഒക്കെ ചാടി രാത്രി പോയിട്ട് ഇവിടെ ഒക്കെ കീറി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു ദിവസം കുറച്ചു കാലം മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഉടുതുണി ഉടുക്കുന്നതിനോട് വലിയ അലർജി ഉള്ള ആളായിരുന്നു പറഞ്ഞു. നിക്കറൊക്കെ ഇടും, ഉണ്ടെങ്കിലല്ലേ ഇടുന്ന. തോർത്ത് മാത്രം എടുത്തോണ്ടേ കൂടുതൽ നടക്കുന്നത്. മാത്രം ഉടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തൊടിയിലെ മെച്ചമെന്നല്ലേ. അല്ല തോർത്തൊന്നും അല്ലടാ, നിക്കറൊക്കെ വാപ്പായി മേടിക്കുന്നു. പിന്നെ ഒന്നോ രണ്ടോ അങ്ങനെ കാണത്തുള്ളതേ ഉള്ളു, ഇതുപോലൊക്കത്തില്ല. അന്നേരം ആയിരിക്കും തോർത്തെടുത്ത് കൊടുക്കുന്നത്. അല്ല തോർത്തൊന്നും രണ്ടുപേരെ ഉടുപ്പിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ നല്ല കാര്യത്തിന് ശിക്ഷിക്കുമല്ലേ? അത് മുടി വെട്ടണോ കൊണ്ടിരുത്തിയ എവൻ വെട്ടണോന്ന് പറയുന്ന വെട്ടിക്കത്തില്ല, അല്ലാതെ വെട്ടിക്കത്തില്ല. അപ്പൊ ഇയാളെങ്ങും പാപ്പ പോയി കഴിയുമ്പോ കരയാൻ പാവിക്കും. പിന്നെ നമ്മളെന്തോ ചെയ്യും മോനെ എങ്ങനെങ്കിലും ആവട്ടെ ഇപ്പം വളരും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അതുപോലെ പെൺപിള്ളേർക്കൊന്നും അത്രയും ഇതില്ല, വാശിയില്ല. അല്ല അപ്പൊ ഒന്നും അങ്ങനെ ചെയ്യത്തും പിടിക്കത്തും. ഇവര് നന്നാവണമെന്ന് കരുതിട്ടില്ല വാപ്പ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നന്നായില്ലേ, നന്നായിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. അതെ അതെ, ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കത്തില്ലല്ലോ. വേറെ ഒരാൾ അവിടെ ഇരിക്കുന്നു. രണ്ടുപേരും ഇപ്പം അല്ലിക്കാടെ കൂടാണ്. ഞാനിപ്പോൾ കാണുമ്പോഴൊക്കെ ഇടയ്ക്ക് ഉമ്മായെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ, അല്ലാതെയുള്ള ഫോട്ടോ, അങ്ങനെ എപ്പോഴും കാണാം. ഉമ്മയെക്കുറിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ വേറെ ഏതെങ്കിലും വേദികളിലൊക്കെ പറയുമ്പോഴും ഉമ്മയെക്കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെ പറയുന്ന കേൾക്കാം. അത്രത്തോളം ശരിക്കുമുള്ള സ്നേഹം ഉണ്ടോ? ശരിയൊക്കെ ഉണ്ടെന്നോ. ഉമ്മക്ക് ഡൗട്ട് ഉണ്ടല്ലോ, അതില് സംശയം ഉണ്ടല്ലോ. അത് നമ്മളെ എത്ര കൂടുതൽ സ്നേഹിക്കുന്നു അത്രയും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യും? വിഷമിപ്പിക്കാൻ ഒന്നും ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. വഴക്കൊക്കെ പറയുമ്പോ ഞാനും അങ്ങോട്ട് വഴുവും. അതായി പറയുന്ന. ഇയാള് വഴക്ക് പറയുമ്പോഴോ ഞാൻ നല്ലത് പറഞ്ഞെങ്കിലേ ഗൊത്തുള്ളു, അല്ലെ പറഞ്ഞു എങ്ങനെ നിൽക്കും. അത് അല്ല ചിലപ്പോ കുറച്ച് പ്രായമായപ്പോ. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും ഉമ്മ അടുത്ത് ഉമ്മ ചോദിച്ച് ഉമ്മക്ക് എവിടെങ്കിലും പോയാൽ അധിക ദിവസം നിൽക്കാൻ തോന്നൂല. ഞാൻ പോയാൽ ഉമ്മക്ക് യാതൊരു സമാധാനവും ഉണ്ടാവില്ല. പിന്നെ രാവിലെയും വൈകിട്ടും ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഉമ്മ രാത്രി ആയാലും വന്നാൽ അവിടെ ഇരിക്കും, എന്നെ കടലിലെ കിടന്നു പറഞ്ഞല്ലോ. മേലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ മുറിയിൽ ഇവിടുന്ന് പോകത്തില്ല, ഇവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അതാണ് സ്നേഹം, ഉമ്മയുടെ സ്നേഹം അതാണ്. ഉമ്മക്ക് പിന്നെ അല്ലേട്ടന്റെ ഒപ്പം ഒരു മോനും ഉണ്ട്, ഒരു കൊച്ചുമോനും. അത് എപ്പോഴും ഉമ്മയുടെ അടുത്ത് തന്നെ. അമ്മയുടെ അടുത്തൊന്നും അല്ല, അതാരാ അത് ഇതിന്റെക്കാൾ വളഞ്ഞു വിട്ടല്ലേ? എങ്ങനെ ഇതുപോലെ തന്നെയാണോ ചെറുപ്പത്തിൽ? എന്നാലും ഇച്ചിരിയൊക്കെ ഉണ്ട് സ്നേഹം. അല്ല ചെറുപ്പം അത് ശരി, അവനില്ലെങ്കിൽ ഇറക്കവും വരത്തില്ല. അല്ല അതൊരു വലിയ കാര്യല്ലേ? കൊച്ചുമക്കൾ ആരെങ്കിലും അവനെവിടെങ്കിലും പോയാണെങ്കിൽ അവനങ്ങ് പോകും ഒരു ഉമ്മയുടെ കൂടെ. അത് ശരി. അപ്പൊ അന്ന് എനിക്ക് വെളുക്കുന്നിടം വരെ ഉറക്കം വരത്തില്ല. വേറെ പിള്ളേർ കിടക്കും, എന്നാലും ഇതുപോലൊക്കത്തില്ല. മോൻപൻ തന്നെ വേണം. പണ്ട് പൊതുവില് ഈ ആൺമക്കളോട് പൊതുവിൽ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. പണ്ടേ 8 പെൺമക്കളെ പ്രസവിച്ചവരില്ലേ, പിന്നെ 2 കിട്ടിയതല്ലേ, അപ്പം അതിനോട് സ്നേഹം ഉണ്ടാവും. അത് 10ാമനാവുന്ന ആളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും, സ്വാഭാവികം. 10ാമനാവുന്നത് അത്രയും സ്നേഹമൊന്നും ഇല്ല. അതിപ്പോ ഞാൻ ആ കഥ പറയുന്നില്ല. അതൊരു കഥയുണ്ട്. അതെന്തുവാ? 10ാമനായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇനി വന്നതാ. അങ്ങനെ ഒരു കഥയുണ്ട്. അന്ന് ഇച്ചിരി പച്ചമരുന്നൊക്കെ കഴിച്ചായിരുന്നു. വേണ്ടാന്ന് താല്പര്യപ്പെട്ടായിരുന്നില്ലേ അമ്മ? പിന്നെ എത്രയായെന്നും പറഞ്ഞത് ഒരാളെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് കിട്ടി. പിന്നെ ഇതായപ്പം പിന്നെ നമുക്കൊരു
മടി. ഇപ്പോഴത്തെ നമ്മുടെ മൂത്ത മോക്ക് 2 മക്കള്. 2 മക്കളായി. അപ്പൊ അത് അങ്ങനെ ഒരു വ്യത്യാസം. എന്നിട്ട് ഞാൻ വിട്ടോ. പണ്ടത്തെ കാലം. എന്നിട്ടും അല്ല അന്നേ കുഴപ്പക്കാരൻ നോക്കി വയറ്റിൽ ഇരുന്നപ്പോഴേ കുഴപ്പക്കാരനാണ്. വന്നേ അടങ്ങുമെന്ന് പറഞ്ഞു വന്നു. പക്ഷെ വന്നിട്ട് നന്നായില്ല. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം ഗുളികയും കുറിച്ച് തന്നു. ഇത്രയും തിന്നിട്ടും പിടിവിട്ടില്ല. അതാണ്. അപ്പൊ ഈ പിടിവിടാത്ത സന്താനം ശരിക്കും ഉമ്മക്ക് ഒരുപാട് പേരും സന്തോഷവും ഒക്കെ തരുന്നില്ലേ? സന്തോഷം എന്ന് പറയുന്നതും അവൻ്റെതേ ഉള്ളു. പക്ഷെ സന്തോഷം ഇത്രയും കൂടെ ഒന്നിച്ചങ്ങ് തീരും ചില കിരിയാത്ത് വരില്ലേ ചില സമയത്ത്. അപ്പൊ ഇല്ല ചെയ്ത എല്ലാം ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും സഹോദരങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയോ. ഈ ചില സ്ഥലങ്ങളിലെ പോലെ ഒരുമാതിരി ഒരു കോംപ്ലാൻ റിലേഷൻഷിപ്പ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ബർത്ത്ഡേ തന്നെ വലിയ പാടാ. ഉമ്മയുടെ ബർത്ത്ഡേ പിടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മായിക്ക് 85-90 ആയെന്നാ പറയുന്നത്. സത്യത്തിൽ ഉമ്മായിക്ക് 70 വയസ്സേ ആയുള്ളൂ. പിന്നെ 70 വയസ്സുള്ള 60 വയസ്സുള്ള മോളുണ്ട് മൂത്തത്. അപ്പൊ എന്തായാലും പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു 15 വയസ്സ് 85 വയസ്സുണ്ട്. 85 ഒന്നുമില്ല, 80 ഉള്ളൂ ഉമ്മായി. അയാൾ എപ്പോഴും ഇങ്ങനെ വന്നിരുന്നു പറയും. ഞാൻ പോയി നോക്കിയേച്ച് വരിക. ഉമ്മാക്ക് 80 വയസ്സേ ഉള്ളൂ. പറയാൻ ഭാവിച്ചിട്ട് 5 കൊല്ലം. അന്നത്തെ കാലത്ത് അങ്ങനല്ല. ഉമ്മ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എപ്പോഴും ചെറുപ്പമായിരിക്കണം എന്നുള്ളത്. അതാണ്. ഉമ്മ ചെറുപ്പമായിരിക്കും തോറും ഞാനും ചെറുപ്പമായിരിക്കും. ഉമ്മ ഇത് കൂട്ടി ഉമ്മ എത്ര വയസ്സിലാണ് കല്യാണം നടന്നത്? അതെ ഞാൻ ചോദിക്കാൻ വന്നത്. 16 വയസ്സ്. മൂത്ത മോൾക്ക് 60 വയസ്സിൽ. 16 വയസ്സെന്ന് പറഞ്ഞാൽ 16 വയസ്സ് വരെ കല്യാണം നീണ്ടു പോയെന്തിനാന്നറിയാം? ഉമ്മ 10ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടി. അത് ചിരിച്ചേ എന്താ? ഞാൻ പഠിക്കത്തില്ല. പള്ളിക്കൂടത്ത് ചേർത്തിട്ടില്ല. പെൺപിള്ളാര് എന്നും പള്ളിക്കൂടത്ത് വിടത്തില്ല. വിട്ട സമയത്തല്ലേ മൂത്തുമായങ്ങാണ്ട് അപ്പുറത്തെ ക്ലാസ്. അല്ലാതെ ആശാ മന്ദിരിന്ന് പഠിപ്പിച്ചപ്പോഴാ. ആശാ മന്ദിരത്ത് പഠിപ്പിച്ചപ്പോ കേട്ടോ മൊത്തം പറയാം. ആശാ മന്ദിരത്ത് പഠിപ്പിച്ചപ്പോ ആശാന് എന്നെ ഒരു അടി എന്ന് പറഞ്ഞത് ചെയ്യാന്. ഇപ്പൊ മാടിയെന്നും പറഞ്ഞ അയാളുടെ ചേട്ടത്തി എന്നെയും പിടിച്ചോണ്ടങ്ങ് പോയി. പിന്നെ ആശാൻ അയ്യത്ത് കയറരുതെന്നും പറഞ്ഞു. ചേട്ടത്തിനെ തമ്മിലുള്ള ആ ബന്ധം ആശാട്ടി ഒരു അടി കൊടുത്തപ്പോ അക്ഷരം പഠിക്കാത്തതിനാ അടിച്ചത്. അപ്പൊ ആ അടിച്ചപ്പം മതിയടി പഠിത്തം മതിയടി ആശാ പള്ളിക്കൂടത്തിലേ പിടിച്ച് പുറത്തിറങ്ങി നിന്ന് രണ്ടുപേരൂടെ ആശാന്റെ അടുത്ത് പറഞ്ഞു ഇനി മേല ഞങ്ങളുടെ അയ്യത്ത്. അപ്പൊ പിന്നെ ഞാൻ മോശം വരുമോ? അല്ല ചേട്ടത്തിയ പറഞ്ഞു. എന്നാലും ഉമ്മ പിന്നെ 16 വയസ്സിലാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് 16 ഇപ്പൊ അങ്ങനെ കണ്ടെങ്കിൽ ഉമ്മക്ക് 18 വയസ്സിലേ ആദ്യത്തെ മോളായി. മോക്ക് അന്നേരം ഇപ്പം എത്ര വയസ്സ് കാണും? എത്ര വയസ്സ് കാണുമെന്നൊരു പിടുത്തമില്ല. ഞങ്ങളിപ്പോ വയസ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ വയസ്സിനെല്ലാം ഒരു പിടുത്തക്കുറവുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് മൊത്തത്തിലൊന്ന് ക്രമീകരിച്ച് ഉമ്മായിക്കൊരു 70 എനിക്കൊരു 40 ഒക്കെ ആയിട്ട് നിർത്തിയേക്കും. അത് നന്നായി. വയസ്സെന്ന് പറഞ്ഞാൽ വെറുതെ നമ്പേഴ്സ് അല്ലേ, കണക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ പണ്ട് കാലം മുതലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പെങ്ങന്മാര് നമ്മളും ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരു ജന്മദിനാശംസകൾ നേരലോ അങ്ങനൊന്നുമില്ല. പക്ഷെ എന്നാൽ എല്ലാവരുടെയും ഉള്ളിൽ നല്ല ഇഷ്ടവും സ്നേഹവും, ഒരാൾക്കൊരു വിഷമം വന്നാൽ എല്ലാവർക്കും ആ വിഷമം അതെല്ലാം ഒരു പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ബർത്ത്ഡേ എല്ലാവർക്കും അറിയായിരുന്നെങ്കിൽ ഉമ്മയുടെ വയസ്സൊക്കെ ഒത്തിരി കൂടിപ്പോയി. അതിപ്പോ ഒരു ഗുണമായിരിക്കും. അല്ല ഈ വാപ്പയ്ക്ക് എഴുതാനും വായിക്കാനും പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ? വാപ്പ 5th ഫോം അല്ല വാപ്പ കടയൊക്കെ നടത്തിയിരുന്നില്ല, അതുകൊണ്ട് കൃത്യമായിട്ടൊക്കെ അറിയാം. പക്ഷെ ഉമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഉമ്മ ഈ പള്ളിക്കൂടത്തിൽ പോയില്ലേലും ഉമ്മ പള്ളിക്കൂടത്തിൽ പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉണ്ടല്ലോ, ആദ്യത്തെ വനിത എന്നുള്ളത് നഷ്ടപ്പെട്ടേനെ. ജസ്റ്റിസ് ജമീല ബീവി ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം മുഴുവൻ അരച്ച് കുണിച്ച് രാവിലെ ഉമ്മ വരുമ്പോൾ ഞാനും ഉമ്മയുടെ രാവിലെ ഇവിടിരുന്ന് പത്രം നോക്കുന്നു. ഉമ്മ മലയാളം എടുക്കും, ഞാൻ ഇംഗ്ലീഷും എടുക്കും. മലയാള മനോരമ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ എന്ന് തുടങ്ങി അവസാനത്തെ പേജില് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ വരെ ഉമ്മ പണ്ട് വായിക്കുമായിരുന്നു. ഇപ്പൊ ഉമ്മായിക്ക് കണ്ണ് അത്ര ഒരു കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെറുത് വായിക്കാനൊക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഉമ്മ പറഞ്ഞ ആശാൻ പള്ളിക്കൂടത്തിൽ പോയപ്പോ പഠിപ്പ് നിർത്തിന്ന്, പിന്നെ എങ്ങനെ ഉമ്മക്ക് പത്രം വായിക്കാൻ? എനിക്ക് അറിഞ്ഞൂടാവന്നെ. പിന്നെ പത്രം ഇല്ല, എല്ലാം അറിയാം. എഴുതാൻ മാത്രം അറിഞ്ഞൂടാ. വായിക്കാൻ ചെല്ല അരി ശ്രീന്നൊക്കെ നമ്മൾ തന്നെത്താൻ എഴുതി, അതെല്ലാം അറിയാം.
അതൊരു അത്ഭുതമാണല്ലോ ആ, അത്ഭുതം. ഉമ്മ അപ്പൊ വെറും വെറും പുള്ളിയൊന്നും അല്ല. അല്ല. ആ. കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് ആശാമ്പള്ളിക്കുടത്തിൽ പോയി അക്ഷരം പഠിച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തി. അന്ന് പള്ളിക്കുട്ടി വിടത്തില്ല, പെൺപിള്ളാരെ ഒന്നും പഠിക്കാൻ വിടത്തില്ല. ഓക്കെ, മുസ്ലിം അപ്പൊ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുണ്ട്. ആശാട്ടിയല്ല, ആശാനാ വന്ന് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോഴാ ഇയാള് പഠിപ്പിക്കണ്ടാടി അടിച്ച് എന്നും പറഞ്ഞ് എന്നെ പിടിച്ചോണ്ടാ എവിടെയെങ്കിലും പക്ഷെ പിന്നെ ഉമ്മയ്ക്ക് ഈ വായിക്കാനുള്ള കഴിവെങ്ങനെ കിട്ടി? അറിഞ്ഞൂടാ മോനെ. പിന്നെല്ലാം ഞാന് അപ്പൊ അരി സിറിന്നൊക്കെ ഉള്ളത് എഴുതി തന്നെയൊക്കെ വെച്ചു. ഉമ്മയുടെ ഉള്ളില് ശരിക്കും പഠിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മക്ക് ഈ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് വിടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഉമ്മ പഠിക്കണമെന്ന് ആഗ്രഹം. എല്ലാം പഠിച്ചു. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാം എല്ലാം അറിയാലേ? ഉമ്മ ഇപ്പൊ എല്ലാം പഠിച്ചു. ഇപ്പൊ ഉമ്മ യൂട്യൂബ് കാണും, വീഡിയോ കാണും, ഇതെല്ലാം കാണും. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, യൂട്യൂബ് ഉമ്മ കുത്തുമ്പോ ചിലപ്പോ ഒരു 5 കൊല്ലം മുമ്പാ ഉള്ളതാ വരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്ത് കാണും. ഉമ്മ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഓടി വന്നേച്ച് പറയടാ, ഇല്ല സിനിമാ നടൻ ദിലീപിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അത് വർഷമൊന്നും ഉമ്മ നോക്കുന്നില്ല. എന്റെ താഴെ വർഷമൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇനി അതോടെ ശ്രദ്ധിക്കണം, നോക്കണം, ശ്രദ്ധിക്കണം. ഈ അനിലേട്ടന്റെ സ്വഭാവം ഇല്ലേ, സ്വഭാവം, അതായത് പെരുമാറ്റം, സ്വഭാവം, മറ്റുള്ളവരുടെ അടുത്തുള്ള ഒരു പെരുമാറ്റം ഒക്കെ അത് എങ്ങനെയാണ്? നിങ്ങൾ കുഴപ്പമാ? കടുപ്പമാ? അല്ല, മനസ്സെല്ലാം നല്ലതാ, പക്ഷെ പറയാൻ ഭാവിക്കുമ്പോ എല്ലാം പറയും. അത് ഞാനും അങ്ങനെ. അപ്പൊ ഞാനും അവനും ഒരുപോലെ, പാപ്പായും മൂത്ത മോനും ഒരുപോലെ. അധികം മിണ്ടത്തില്ല. അദ്ദേഹം മിണ്ടത്തില്ല. എല്ലാം മനസ്സിനകത്ത് ഉമ്മ നന്നായിട്ട് തീരണം, ഇല്ലെങ്കിൽ നമുക്ക് വിഷമോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ പറയുമ്പോ കുറച്ച് സമയം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നോട് ഒരു ദിവസം പറഞ്ഞെടുക്കണം ഉമ്മ, എന്നോട് ഒരു ദിവസം പറയാണ്, ഉമ്മ സംസാരിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഞാനിപ്പോ ഉമ്മ അടുത്തോട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഓടിഞ്ഞ് പോകും. ഉമ്മ കേട്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞു കേട്ടോ. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇവിടെ ചെന്ന് ഉമ്മ അടുത്ത് കുറച്ചു നേരം ഇരിക്കണമെന്ന് വെച്ചിട്ട് ഇരുന്ന് ഉമ്മ പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറ്റവും കുറവും പറയുന്നത്. ശരിയാണ് ഉമ്മ അവന്റെ കുറ്റം കുറവൊന്നും പറയത്തില്ല. എന്തോ അയാളെ പറയുന്നത് അങ്ങനൊന്നുമില്ല. ഞങ്ങൾ വേറെ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാം പറയും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അറിയണമെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ മടുത്ത് പറയത്തില്ല. നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുമെന്നും പറഞ്ഞു. നമുക്ക് മനസ്സിലിരിക്കത്തില്ല, മനസ്സിൽ ഒളിച്ചു വെക്കത്തില്ല. പണ്ടേ ഉള്ള മറ്റൊരാളുടെ ആൾക്കാരുടെ പറയും. അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഗതി മനസ്സും അങ്ങനെ തന്നെയാണ് അല്ലേ? ഒരു മാധ്യമ പ്രവർത്തക കിട്ടിയാൽ വാർത്ത പുറത്തു വെക്കും. ഇപ്പൊ എല്ലാ മക്കളെയും വീടുകളിലൊക്കെ സന്ദർശിക്കാറുണ്ടോ? പോവാറുണ്ടോ? 2 വീട്ടിലൊക്കെ പോകും. ഇപ്പൊ അവരെല്ലാം ഒരാളപ്പുറത്ത്, രണ്ടുപേരപ്പുറത്തുണ്ട്, അപ്പുറം അല്ലേ? രണ്ടുപേരപ്പുറം. പിന്നെ ഒന്ന് കോഴിക്കോട്ട്, ഒന്ന് ഒട്ടുകാട്ടില്. അവിടെയൊക്കെ ഇപ്പൊ ഈയിടെ പോയി 2-3 ദിവസം. എന്നാലും നിൽക്കാനൊക്കത്തില്ല അവനെ കാണാതെ. എങ്ങനെ പോയാലും കണ്ടേ വെക്കൂ. കണ്ടേ. ഇപ്പൊ ഈ തിരക്കൊക്കെ ഇപ്പം ഉമ്മക്ക് മോനെ ഇപ്പൊ ആഗ്രഹിക്കുന്നതല്ലേ, സമയത്ത് കിട്ടണമെന്നൊക്കെ തോന്നുന്നു. ഉമ്മയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ നിങ്ങളിത് പറയുന്നെങ്കിലും നിങ്ങൾ രാവിലെ 7 മണിക്ക് രഘുനന്ദൻ എന്ന് വീട്ടിൽ വരണം. ഇവിടെ വന്നാൽ യൂട്യൂബ് വർക്ക് ചെയ്തോണ്ടിരിക്കും, മൊബൈലിൽ റേഡിയോ പാടിക്കൊണ്ടിരിക്കും. നീ പറയുന്നത് ഞാൻ പറഞ്ഞത് റേഡിയോ വെച്ച് കേട്ട് പത്രം തുറന്നിരിക്കും, ഉമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കും. ഉറങ്ങത്തൊന്നുമില്ല, ഉറങ്ങുന്നതിൽ അമ്മ ഇത് 3 കൂടെ കേൾക്കും ഇടയ്ക്ക്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊന്ന് കേട്ടേച്ച് ഇച്ചിരി കഴിയുമ്പോൾ അത് വീട്ടിലെ അമ്മ റേഡിയോ കേൾക്കും. പിന്നെ ഇത് കഴിയുമ്പോൾ ഇത് കേൾക്കാം. പിന്നെ ഉമ്മയ്ക്ക് ചില പെക്കുലറായിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാന്ന് ചോദിച്ചോ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാ? മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമാണ്. ജീവനത്തെ തന്നെ കാണണമെന്നുണ്ട്. മോൻ വിചാരിച്ച് നടക്കുമല്ലോ, നടക്കും. പക്ഷെ അയാള് വരത്തില്ലെന്ന് പറയുന്നു കാണാൻ ചെന്ന. മമ്മൂക്ക കാണാൻ പറ്റും, നമുക്ക് കാണാം. ആഗ്രഹം ഉണ്ടെന്ന് അപ്പൊ എന്തായാലും നമുക്ക് മമ്മൂക്ക കാണാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. പിന്നെ നാത്തൂന്റെ ആങ്ങളയുടെ മോന് കെട്ടിക്കാൻ പോയെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു, അവയുടെ മോളെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കാണാമല്ല മമ്മൂട്ടി. നടന്നില്ല, തെറ്റിപ്പോയി. അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റില്ല. ബന്ധുവായിരുന്ന കല്യാണത്തിനകത്തും പടത്തിനകത്തും ഒക്കെ കാണും. ഈ അനിലേട്ടൻ പണ്ട് ഈ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്നതൊക്കെ വീട്ടിൽ സമ്മതിക്കുമായിരുന്നു? അങ്ങനെ പരിപാടിക്കൊക്കെ പോകുന്നതിന് എന്തെങ്കിലും കലാപരിപാടികൾ, പ്രസംഗം? കലാപരിപാടിക്ക് പോകുന്നത് കട്ട് സിനിമയ്ക്ക് വരുന്നു. ഞാൻ 11 വരെ ഉണർന്നിരുന്നിട്ട് കഥ തുറന്നു കൊടുക്കും ബാപ്പ കാണാതെ. ഉമ്മയാണ് വെച്ചു കഥ തുറന്നെല്ലാം വിളമ്പി, അനക്കം കേൾക്കരുതല്ലോ, എണ്ണിച്ചു വരത്തില്ല. വിളമ്പി അടച്ചവിടെ വെച്ചിട്ട് കഥ തുറന്നിട്ട് കുറ്റിയിടാതെ അങ്ങനെ കള്ളം കയറി എന്റെ മാലയൊക്കെ പൊട്ടിച്ചോണ്ട് പോയി. അത് ശരി.
ശരിക്കും കള്ളം തന്നെ ആയിരുന്നോ കയറിയത്? ആന്ന്. ആ കള്ളല്ല. അല്ല ഞാനപ്പുറത്തെ ആ അല്ല മോനില്ല, ഞാൻ വിളിച്ചില്ലേ നിന്നടാ വെള്ളം കയറി മാല വെട്ടിച്ചു. എവനും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാണ്ഡ്യയുടെ മോനെ. ആ പിന്നെ ഒരു പ്രാവശ്യം ഞാനുണ്ടായിരുന്നു. പ്രാവശ്യം വാപ്പ ഉണ്ടായിരുന്നു. വാപ്പയുടെ തലയ്ക്ക് അടിക്കുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി വാപ്പ അസുഖമായത്. അവന് വാപ്പ എന്നെ തുറന്നു നോക്കി. അവന്റെ പുറവൻ ഓടി. വാപ്പ ഓടി. അവന്റെ ഓടിയപ്പം എന്തോ വാപ്പയുടെ അല്ല തടിക്കച്ചണ ഇരുന്ന് അവന്റെ കയ്യില് ചെറുപടിക്കയിലിരുന്ന് തടിക്കച്ചണ കൊടുത്തുണ്ടാവും ഇവിടെ വന്ന്. അവൻ താമസിക്കുന്നിടത്ത. വാപ്പാക്ക് ധൈര്യമുള്ള നല്ല ധൈര്യമുള്ള ആളായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മയുടെ കൂട്ടൊന്നുമല്ല. ഉമ്മക്ക് ധൈര്യമില്ല ഉമ്മ? വാപ്പ ഈ അവസാനം വരെ വാപ്പായിക്ക് വയ്യാതെ വന്നാലും ഒന്നും വാപ്പാക്ക് ഒരു പേടിയില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഒരുങ്ങിയിരിക്കണേ, വാ നിന്നെ ആടിന്ന് പറയുന്നു പറഞ്ഞാൽ അവിടെ പുറമെ വല്ലൊരു മരിക്കുന്നിടത്തും പാനക്കത്തില്ല. ഏറ്റവും അടുത്തവരെ അങ്ങനെ പേടിക്കണ്ട അമ്മ. പേടിക്കല്ല, നമുക്ക് ചെന്ന് കാണുമ്പോ ദേഹമൊക്കെ വല്ലാതെ വരും. ആ അനിയത്തിയുടെ ഭർത്താവൊക്കെ മരിച്ചിട്ട് പോയില്ല പിറ്റേന്ന്. തലേന്നൊന്നും പോയതേ ഉമ്മ അങ്ങനെ മരിപ്പ് വീട്ടിലൊന്നും പോകണ്ട. അവന്റെ കൂടെ നിന്ന്. ഉമ്മ എപ്പോഴും എറണാകുളത്ത് പോയാലും തിരുവനന്തപുരത്ത് പോയാലും ഒക്കെ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യും. ഉമ്മക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ആഹാരം എന്തായിരുന്നു എപ്പോഴും ഇപ്പോഴും? ഉമ്മ എല്ലാം കഴിക്കും. അല്ല, എന്തെങ്കിലും കഴിക്കരുതെന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്താറുണ്ടോ? ഒന്നുമില്ല, എന്ത് കഴിയാം. എന്തോ ഇന്നലെ രാത്രി കഴിച്ചെന്ന് തോന്നുന്നു. എന്തുവാടാ മറ്റേ പൊതിഞ്ഞോണ്ട് വന്നത്. അതിന് എന്റെ മോനും എന്റെ മോക്കും കൊടുത്തു. കുറച്ച് കഴിച്ചിട്ട് അവനെ ഒന്ന് കണ്ടു. എന്നാടാ എന്റെ മോന് മോക്കൊന്നും നോക്കും കൊടുത്തു. രണ്ടാമത്തോക്ക് കൊടുത്തു. ഇല്ലെങ്കിൽ വിഷമം കൊടുത്ത് മൂത്തോക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞ അവന് മാത്രം ഉമ്മ കൊടുത്തു. അതല്ലാത്തപ്പോ ഇന്നലെ കൊണ്ടുവരും ഉമ്മ ഷവർമ ഷവായി. പിന്നെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടത് ഐസ്ക്രീം. ഐസ്ക്രീം ഇഷ്ടം. ഒരു ദിവസം 2-3 പണ്ടൊക്കെ എല്ലാവരും വിരുന്ന് വരുന്നവരൊക്കെ വലിയ പാത്രത്തിലൊക്കെ കൊണ്ടുവരും. ഇത് ചെറുതായി കൊണ്ടുവരത്തുള്ളൂ. ഇപ്പം ഇല്ല, നോയമ്പ് വരുമ്പം ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരും. ഐസ്ക്രീം കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അമ്മ കഴിക്കുന്ന ഫുഡുകളാണ്, നമുക്ക് ആഗ്രഹമാണ്. നമുക്ക് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല. വേറെ എന്നെക്കാൾ പെർഫെക്റ്റ് അമ്മ. അതുകൊണ്ട് അമ്മക്ക് ആകെ ഈ വയസ്സൊന്നും കുറച്ച് വെച്ചാൽ അങ്ങനെ ഒരു. പിന്നെ ജോലിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട അമ്മ. അല്ല പണ്ട് ഉമ്മ ഇവിടെ വിവാഹം കഴിച്ചോണ്ട് വരുന്ന സമയത്തും ഇവിടെ 4-5 പേരുണ്ട് ജോലി. ഇവിടെ ഉണ്ട്, ജോലിക്കാരുണ്ട്. അമ്മ അക്കാര്യത്തിൽ ഉമ്മ അന്നൊക്കെ നെല്ല് പുഴുങ്ങയും കുത്തിയും ഒക്കെ ചെയ്തില്ല. അപ്പൊ പുഴുങ്ങാൻ ഒരാള്, വാരിക്കൊണ്ടിടാൻ ഒരാള്, എന്നിട്ട് 2-3 പിള്ളേർ വന്നിരുന്ന് ഉണക്കി കൊണ്ടുപോയി കുത്തിച്ചോണ്ട് തരും. എന്നിട്ട് അവന്മാർക്ക് അരി കൊടുത്താൽ മതി. അങ്ങനെ അരി കിട്ടാതെ അങ്ങനെ വന്നിട്ടുണ്ട് പിള്ളേർ കാലത്ത്. ഒരു സമയം ആകെ ഉണ്ടായിട്ടുള്ളത് ഒരു തവണ ബാത്റൂമിൽ വീണു. അല്ല, പക്ഷെ അന്ന് ഉമ്മ പുറം ജോലികൾ ചെയ്തിരുന്നില്ല. പക്ഷെ ഈ ജോലിക്കാർക്ക് അടക്കം എല്ലാവർക്കും വെച്ചുവളം വേണ്ടേ? അതൊക്കെ വേറെ എല്ലാം വേറെ ആളുണ്ട്. അപ്പൊ പണിയൊന്നും ചെയ്തിട്ടില്ല. ലോകത്തുള്ള കാളെ ഇത്രയും കൊണ്ടുവന്ന് ഇവിടെ കെട്ടും. കാളക്കച്ചവടം അവന്മാരും എല്ലാം ഇവിടെ രാത്രി കിടക്കും. അവരൊക്കെ പോത്തില്ലേ വെക്കുന്നവര്. പിന്നെ നമ്മൾ വിളമ്പിയൊക്കെ കൊടുക്കണം. അല്ലല്ലോ, അതിനൊക്കെ പുളിയരി അവിച്ചു കൊടുക്കണം, മുഴുവൻ പുളിയരി. അങ്ങനെയൊക്കെയുള്ള ജോലിയാണ്. അതുകൊണ്ട് പുറത്തത് അല്ല, അടുക്കളപ്പണി ഒക്കെ നോക്കിയ കാളയൊക്കെ നോക്കിയ ഒരു അധ്വാനം അതൊരു അധ്വാനമായിരുന്നു ഉമ്മയുടെ ഏറ്റവും വലിയ അധ്വാനം. വേറെ വലിയ പ്രയാസമൊന്നും. എന്നാലും പോച്ചവറിയും കാര്യങ്ങളൊക്കെ പിള്ളേരുണ്ടല്ലോ, 8 പേരില്ലേ, ഒരു പോലും 8 പേരെന്നും പറഞ്ഞ് പിള്ളേർ. അവസാനം ഈ പണിയെല്ലാം ചെയ്താൽ ഞങ്ങൾ 2 പേരും. ഞാനും ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് ഞാനും ഒക്കെ. റേഷൻ കടയിലൊക്കെ പോയാൽ കടയിൽ പോകുന്ന ഞങ്ങൾ 2 പേരും പശുവിനെ ചാണകം. അപ്പൊ അവിടെ കോളേജിലൊക്കെ വലിയ മിടുക്കന്മാരായിട്ട് പോയിട്ട് വന്നാലും ചാണകം മാറണം, നിർബന്ധമാണ്. അപ്പൊ അക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? അതുകൊണ്ട് പിള്ളേരൊക്കെ പോകുമ്പോ എനിക്കൊക്കെ ഞാനങ്ങ് ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് വാരണ്ടല്ലോ ഒന്നും പറഞ്ഞു. വല്ലപ്പോഴൊക്കെ അവന്മാര് വരത്തുള്ള അല്ല, മക്കളോട് ഉമ്മക്ക് ഇത്രയും സ്നേഹമുണ്ട്, വാപ്പക്ക് സ്നേഹമുണ്ട്. വാപ്പക്ക് ഉമ്മയോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു? നല്ല സ്നേഹം. ഒരു ജോലി പോലും ചെയ്യിച്ചിട്ടില്ല. പിന്നെ നമ്മളെ പ്രസവത്തിനൊക്കെ അന്നേ ഒരു പശുവിനെയും കുട്ടിയെയും കൂടെ മേടിച്ചിങ്ങോട്ട് വന്നിട്ട് ആ പാല് മൊത്തം കൊണ്ട് കുടിപ്പിക്കണം. അല്ല, അത് മാത്രമല്ല ഒരു കാര്യം കൂടെ, ഒരു രാജ്ഞിയെ പോലെ നോക്കി. അല്ല, അന്ന്
ഒരു 40 വർഷം മുമ്പ് 45 വർഷം മുമ്പ് കാറുണ്ട് ഇവിടെ. കാറൊന്നും അന്ന് ഇവിടെ ആർക്കും ഇല്ല. അപ്പൊ ആ കാറുള്ള സമയത്ത് രണ്ടുപേരും കൂടെ അങ്ങ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരെല്ലാ സ്ഥലത്തും ഈ കല്യാണത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവര് ആ കല്യാണ വീട്ടിൽ അങ്ങ് പിണങ്ങും. പിണങ്ങി കഴിയുമ്പോൾ പിന്നെ അവിടെ കല്യാണത്തിന് പോകത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ പഴയ വീടിനൊരു നടുമിറ്റമുണ്ട്. ആ നടുമിറ്റത്ത് അലുവൊക്കെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കല്യാണത്തിലെ ചെറുക്കൻ നമ്മുടെ ബന്ധുവാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോകത്തില്ല. പിറ്റേന്ന് രാവിലെ കാറിനകത്ത് ഈ അലുവായും കൊണ്ട് പെണ്ണിന്റെ വീട്ടിൽ അതൊരു വിചിത്രമായ പരിപാടി. എന്തെങ്കിലും പെങ്ങന്മാരെ മക്കള് കെട്ടിയാൽ അവര് ആരെയും ഇവിടെ കൊണ്ടുപോകും. ആ ചെറുക്കന്റെ കൂടെ ആ പെണ്ണിന്റെ വീട്ടിലോട്ട് നടന്നിട്ടുള്ളത് നല്ല ശതമാനം ഉമ്മായും വാപ്പായും പിന്നെ വേറെ മക്കളൊക്കെ അവരെല്ലാം ഭയങ്കര ഇഷ്ടം. അല്ല, ബാപ്പയെ കുറിച്ച് എല്ലാവരും മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബന്ധത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇല്ലായ്മക്കാരല്ലേ, അപ്പൊ അവരെയൊക്കെ പരമാവധി ബാപ്പ സഹായിക്കുകയും കൂടെ നിർത്തുകയും അവർക്ക് മക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ബാപ്പാടെ മാമാടെ മക്കളെ 3 പെൺമക്കളെ മാമ ചെറുപ്പത്തിലേ മരിച്ചു പോയപ്പോ ബാപ്പ കൂടെ കൊണ്ടുവന്നു വളർത്തി 3 പേരെ വിവാഹം കഴിച്ചു. അതാണ് ബാപ്പക്ക് അങ്ങനെയുള്ള ഒരു ചാരിറ്റി ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ശരിക്കും ആദ്യം ഉള്ളിലേക്ക് വന്നത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. ബാപ്പാടെ ഈ നാക്ക് വന്നത് ഉമ്മയുടെ നാക്കില്ലെങ്കിൽ എന്തോ വന്ന നല്ല 2-3 എല്ലാം പറഞ്ഞെങ്കിലേ അവൻ ഇറങ്ങിപ്പോത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിൽക്കും. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് എടുക്കുന്നതിന് തന്നെ ചോദിച്ചപ്പം എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഉമ്മാടുത്ത് സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഉമ്മാടുത്തൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞു ഉമ്മാടുത്തൊന്നും പറയണ്ടായില്ല, ഉമ്മാടുത്ത് ചോദ്യം ചോദിച്ചാൽ മതി, ഉത്തരം അപ്പൊ അതുകൊണ്ട് നാക്കുമ്മാടയാണ്. അവൻ 1 കൊല്ലം ആവുമ്പോഴേ വരുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാ ഇതൊക്കെ അവിടെ ഇന്ന് പറയാം. ഇനിയിപ്പൊ അതൊന്നും കൊണ്ടൊക്കത്തില്ല, നേരെ ഇങ്ങ് വരണമെന്ന് പറയണം ഇടയ്ക്കിടയ്ക്ക്, എന്നാലേ എല്ലാം കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഉമ്മയുടെ വിശേഷങ്ങൾ, ഉമ്മയുടെ പ്രത്യേകതകളും. പിന്നെ അമ്മയുടെ ഒരു ദിവസം ഉമ്മ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉമ്മ ഇടപെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? ഉമ്മയുടെ ഒരു ദിവസത്തെ രാവിലത്തെ ഒരു ഷെഡ്യൂൾ പറഞ്ഞാൽ ഉമ്മ രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ നിസ്കരിക്കും. കുറച്ചേരം ഇരുന്ന് ഓതിയിട്ടൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ 5:30-6 മണിയായി നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മ ഇവിടെ വന്ന് പത്രമൊക്കെ ആയിട്ട് ഒഴിപ്പോളും. പാല് കൊണ്ട് വെക്കുമ്പോ അതെടുത്തവിടെ കൊടുക്കും. അപ്പൊ അവര് വന്ന് ചായ അനത്തി ഞങ്ങൾക്ക് തരും. എന്നാ ചായ അനത്താലും പൊട്ട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ ചായ അനത്തുന്നതൊക്കെ ഉമ്മ മറന്നുപോയി. ഉമ്മ ഒരു 10-40 കൊല്ലമായെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കൂടെ എന്തുവാ ഇതിനകത്തൊക്കെ ഇൻഡക്ഷൻ കുക്കറാണ് അറിയാത്തത്. ഗ്യാസ് 4 വർഷം ഗ്യാസ് കുറ്റിയായിരുന്നു വാപ്പ ഉള്ളപ്പോ. അന്ന് 2 ഓരോരുത്തർക്ക് മേടിക്കുമ്പോഴേ അവര് പറയും ഒന്നും മതിയെന്ന്, ഒന്നിഞ്ഞു കൊണ്ടുവരും. അതിന് അവൻ പറയായിരുന്നു പാപ്പക്ക് ഒരു കട ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് കുറ്റി ഇങ്ങനെ 4 വർഷവും വെച്ചു. അന്ന് ഈ ഗ്യാസ് ഒക്കെ വില കുറച്ച് കിട്ടുന്നത് ഈ നമ്മുടെ കൊച്ചിയിലെ നേവിയുടെ അവിടെ പോകുമ്പോൾ അടുപ്പ് അപ്പൊ അവിടുന്ന് വാപ്പ വാങ്ങിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഇവിടെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. വാപ്പക്കല്ലേ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നു, അല്ല ബിസിനസ് ആയിരുന്നല്ലോ. റേഷൻ കടയിലുള്ള മുതലാളിമാർക്കെല്ലാം അടുപ്പ് കൊണ്ട് കൊടുക്കും. ഓ ശരി. പിന്നെ അനിയത്തിമാർക്ക് അപ്പൊ 2-3 കാര്യങ്ങൾ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തു. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിൽ അപകടം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ നിന്ന് അടുപ്പിൽ നിന്ന് ഗ്യാസ് അടുപ്പ് പാചകത്തിൽ നിന്ന് ഉമ്മഞ്ഞ് പിന്മാറി. പിന്നെ ഈ ഹൈവേ സൈഡിലോട്ടൊക്കെ വസ്തു ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ പിള്ളേരാകുന്ന കാലഘട്ടത്തിൽ ഓടി ഹൈവേയിലോട്ട് പോയി അപകടം പറ്റാതിരിക്കാൻ നേരത്തെ അതിൽ സാധനം വിറ്റ ഒരു കാർ എടുത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഇത്രയും എനിക്ക് ഓർമ്മയുള്ള ദിവസങ്ങളിൽ തന്നെ 3 ദിവസമൊക്കെ തേങ്ങ ഇട്ട ദിവസങ്ങളുണ്ട്. അതിന് മുമ്പൊക്കെ എത്ര ദിവസം? 10 ദിവസമൊക്കെ ഇടും. 10 ദിവസമൊക്കെ തേങ്ങ ഇടുന്ന ഒരു ഇടുന്നവന്മാരെ പൂപ്പരന്മാരങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിടത്തൊക്കെ ഓരോ വീട്ടിൽ ഓരോ കൊട്ട കൊണ്ട് ഇട്ടേച്ച് വീണ്ടും പോയി കൊണ്ടുവന്ന ഊടിടുന്നത് ഒരു കാലത്ത്. അത് വാപ്പായും ഉണ്ട് അതിന്റെ കൂടെ. അത്രയ്ക്ക് ഉണ്ട്. അന്ന് ഉമ്മ ഇച്ചിരി കാശൊന്നും ഉമ്മയുടെ ഇല്ലായിരുന്നു. ഇച്ചിരി വലിയ തേങ്ങ നോക്കി ചാടിപ്പോ ആ തേങ്ങ 100 ഉമ്മ എടുത്ത് മാറ്റുമായിരുന്നു. അപ്പൊ വാപ്പാടുത്ത് പറയുമെന്നും പറഞ്ഞ് ഞങ്ങളും എടുക്കും 7-5
ഇപ്പോഴാരും തേങ്ങ എടുക്കാത്തത്. ആരും തേങ്ങ എടുക്കാത്ത. പണ്ട് ഈ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ അന്നൊന്നും ഇപ്പോഴത്തെ ഭാര്യമാരുടെ കൂട്ട് കൈ കാശ് കൊടുക്കുക നമ്മൾ കണ്ടിട്ടില്ല പൈസ. അപ്പൊ അങ്ങനെ തരാറില്ല ഉമ്മയുടെ കയ്യിൽ പൈസ. പാപ്പാടെ ഇല്ല മോനെ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പറമ്പുണ്ട്, പറമ്പ്, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വരുന്നില്ലാതെ വാപ്പാടയിൽ കാശൊന്നും. 5 പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചില്ല. റേഷൻ കടയുടെ ബാധ്യത കൊണ്ട് വാപ്പ ഒരു വരവും ചെലവൊന്നും അങ്ങനെ നോക്കി ജീവിക്കുന്ന. എന്നാൽ വാപ്പ ഒരു അമിതമായ ചെലവോ നല്ലൊരു വസ്ത്രമോ അതൊക്കെയാണ് നമുക്ക് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഒരു യാത്രയോ അങ്ങനൊന്നും അങ്ങനൊന്നും വരില്ല. വാപ്പായിക്ക് നമുക്കൊന്നും കൊടുക്കാൻ ജീവിതത്തിൽ പറ്റിയില്ല. നമ്മളായി വന്നപ്പോഴത്തേക്ക് വാപ്പ അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ മെമ്മറീസിലും നല്ല നല്ല ഹോട്ടലുകളിൽ കൊണ്ടിരുത്തി ഉമ്മാക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഐസ്ക്രീമും ഷവർമയും. ഇന്നലെ വൈകിട്ടും ഷവർമ കഴിച്ചെന്ന് പറയുമ്പോൾ ആര് കഴിക്കും? അല്ല, കാര്യം എന്ന് പറഞ്ഞാല് ഇതുപോലൊരു ഉമ്മ കിട്ടാൻ വലിയ ഭാഗ്യം ചെയ്യണം. പറഞ്ഞു കേട്ടില്ലേ, മാത്രമല്ല ഉമ്മയുടെ ആ നാക്കും കിട്ടാൻ അത് ഭാഗ്യം ചെയ്യണം. ഒരു നുള്ളു ആ നാക്കാണ്. നാക്കിലിപ്പോ ജീവിക്കുന്നത്. നാക്കില്ലെങ്കിൽ ചുരുട്ടി ആരെങ്കിലും വെച്ചാൽ എവിടെ ചെന്നാലും ഉമ്മടുത്ത് എല്ലാരും ചോദിക്കുന്ന അയ്യോ അനിൽ മുഹമ്മദിന്റെ ഉമ്മ ആണെന്ന് പറയുമ്പോഴേ അവര് അപ്പൊ അന്നേരം പണ്ടൊക്കെ പോയായിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞോ അല്ല അത് ഓർമ്മിപ്പിക്കാതെ അത് പിന്നെയും എന്തിനാ ഓർമ്മിപ്പിക്കുന്നത്? ഇല്ലേ അമ്മച്ചാ? അതെല്ലാം ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോരോ നമ്മളതുപോലെ അങ്ങ് ക്ഷീണിച്ച് അതിന് ഔഷധയായി 10 ആയപ്പോഴേ ഇതൊക്കെ ഇങ്ങനെ നരമ്പെല്ലാം ഇങ്ങനെ ഇഞ്ചക്ഷൻ പോലും എടുക്കാനൊക്കെ അത്ര കഷ്ടപ്പെട്ടു. അതാ ഇപ്പം വല്ലതും പറയുമ്പോ ഞാൻ വഴക്ക് ആകെ ഇപ്പൊ ഇത് പറഞ്ഞിട്ടാണ് ഉമ്മയെ വല്ലപ്പോഴും ഒക്കെ ഉമ്മയുടെ സംസാരം നിർത്തുന്നത്. ഇല്ലല്ലേ, അങ്ങനൊന്നും പറയാറില്ല. പറയുന്ന രണ്ടുപേരും കൂടെ പറയുന്നെങ്കിലേ നമ്മളുമായിട്ടൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ പറയും. പിന്നെ അപ്പുറത്ത് ഒന്ന് പറഞ്ഞ നമ്മൾ 9 പറയും. 9 പറയും. പിന്നെ അത് തെറ്റിപ്പോത്തൊന്നും ഇച്ചിരി കഴിയുമ്പോ അങ്ങ് പോവുകയും ചെയ്യും. അതാ പാട്. നല്ല സ്നേഹം പറഞ്ഞവൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ അവന് ഉമ്മാന്നും പറഞ്ഞു വരും, ഞാൻ മോനെന്നും പറഞ്ഞില്ല. അപ്പൊ അതങ്ങ് തീർന്നു. അങ്ങനെ ഒരു പിണക്കത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇവിടെ. ഒരു പിണക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നാലും ഉമ്മ വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരാൾ കൂടിയാണ്, സ്നേഹമുള്ള ഒരാൾ കൂടിയാണ്. 10 മക്കളിൽ ഉമ്മക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. കാര്യം ഉമ്മ ഒരു മക്കളോടും അങ്ങനെ പ്രത്യേകിച്ച് ഇത് വെച്ചിട്ടില്ല. നീ എന്താ നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ സ്നേഹം. എല്ലാ മക്കളും ഒരുപോലെ ഉമ്മ പറ്റ മക്കളല്ലേ, അതെല്ലാരും ഒരുപോലെ തന്നെ. അങ്ങനെ എല്ലാരും കാണും, അതുകൊണ്ട് ഓർത്ത് വേണം പറയാൻ. എല്ലാരും എന്റെ പിള്ളേരെല്ലാരും എനിക്ക് എല്ലാം തരിക. എനിക്ക് വയ്യാതെ വരുമ്പോ അല്ല മൂത്ത മോനും വരുമല്ലോ. എല്ലാരും ഒരുപോലെ അല്ല നീ എന്ത് വ്യത്യാസം, അത് വേറെ. അതിപ്പോ ഇവിടെ അല്ലയോ, ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടായാലും ഇച്ചിരി വ്യത്യാസത്തിലൊക്കെ എന്നെ നോക്കും. മറ്റവരൊക്കെ അവരവരുടെ വീട്ടിൽ നിൽക്കില്ല, നമ്മൾ ചെല്ലുമ്പോഴെല്ലാം അവര് നോക്കും. മിക്കവാറും ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. തുന്നിന്റെ പോയിട്ട് എത്ര കാലമായി. അപ്പൊ എന്തായാലും എല്ലാവരോടും ഒരുപോലെ സ്നേഹവും ഒരേപോലുള്ള ഇത് ഒറ്റ മക്കളെ പോലെ. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യമാണ്. അതായത് ഏതൊരമ്മയായാലും എപ്പോഴെങ്കിലും ഒക്കെ മക്കളെ ഒന്ന് നുള്ളിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തല്ലിയിട്ടുണ്ടാവാം. ഇത് ഒരെണ്ണത്തെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് അതൊരു വലിയ മഹത്വം തന്നെ. നമ്മുടെ മനസ്സ് അഴിക്കുകയാണെങ്കിൽ അമ്മക്ക് എല്ലാം പിടിക്കാനും ഒക്കത്തില്ല, അമ്മക്കും കിട്ടും. എന്നാലും ദൂരെ നമ്മള് വേളം വയ്ക്കുക. പിന്നെ അയലച്ചാരെയൊക്കെ ആരെങ്കിലും ആ പിള്ളേരെ വിളിച്ചോണ്ട് വന്ന അവനെയൊക്കെ അങ്ങ് ഇറക്കി വിടും, എന്നെ ഇറക്കി വിടും. കെട്ടിയിട്ടടിക്കുമായിരുന്നു. കെട്ടിയിട്ടടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടടിച്ച് ചവിട്ടി കൂട്ടി റെഡിയാക്കി. അതൊന്നും ഇല്ല പോടാ. പിന്നെ ഒരു ദിവസം രാത്രി ഇറങ്ങി ഓടി കുഞ്ഞമാമ വന്ന് മുണ്ടുരിഞ്ഞൊക്കെ ഓർക്കുന്നില്ല. അത് പള്ളാർശ്ശേരി പോയിട്ടുണ്ട് അന്ന് മോനെ. അവിടുന്ന് തന്നെ ഒരു കമ്പ് പിടിച്ചങ്ങ് അടിച്ചു തരും. പറങ്കാവിന്റെ ഇവിടുന്ന് നല്ല മോനെ ഓടി. അങ്ങല്ല, നമ്മുടെ വടക്കേത്ത് കൂലക്കാക്ക ഇതുപോലെ അവനെ ഞാൻ നോക്കുന്നോണ്ടായി അവനെ കൂലമാമാന്ന് പറഞ്ഞ വളർത്തിയതും പാല് കാച്ചി കുപ്പി കൊടുത്ത് അയാളങ്ങ് കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആയപ്പോ അയാൾ അവസാനം അടിക്കാൻ പാവിച്ചപ്പോ ഒന്നും ഒക്കെ എന്നിട്ട് വാപ്പാടെ മുണ്ട് അയാളങ്ങ് തുരിഞ്ഞിട്ട്. അല്ല വേറെ മാർഗമില്ലല്ലോ, പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ പിടിച്ചിരുത്തിയപ്പോ നിർന്ന്. അപ്പൊ എന്തായാലും വലിയ സ്നേഹമുള്ള മകനും സ്നേഹമുള്ള ഉമ്മയും
ഒരുപാട് പേർക്ക് മക്കൾക്കും എല്ലാ മക്കളും ഒരുപാട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും. അമ്മായിയുടെ എല്ലാ മക്കൾക്കും സ്നേഹം, കൂടെ നിൽക്കുന്നോണ്ട് കുറച്ച് സ്നേഹം കൂടുതൽ, കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. ഇത്തിരി പൈസ ഒക്കെ ചോദിച്ചാൽ എളുപ്പം തരും. ഇത് പൊന്നൊക്കെ മേടിച്ച് തന്നു. പൊന്നൊക്കെ മേടിച്ചു തന്നിട്ട്? പണ്ടൊന്നും ഇല്ല, പൊന്നില്ലായിരുന്നു, എല്ലാം മേടിച്ചു തന്നു. ഇപ്പൊ പൊന്നൊക്കെ മേടിച്ചു തന്നു. അപ്പം മകൻ എല്ലാ കാര്യത്തിലും ശരിക്കും ശ്രദ്ധിച്ചോ, എന്നെ സമ്മപ്പ് ചെയ്ത് പറഞ്ഞു. ആകെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ചൂടാകുകയോ എന്നെ എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുന്ന സംഗതികൾ സ്വാഭാവികം. ഐസ്ക്രീം അമ്മയ്ക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം നമ്മൾ ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ അവള് മേടിച്ചു തരും. ഒരാളെപ്പോഴാ മേടിച്ചു തരും. അവളെന്ന് പറഞ്ഞാൽ അവള് നമ്മള് പറഞ്ഞിട്ടില്ലേ ഇന്നലെ അവള് വലിയ കൊണ്ടുവന്നു. എന്തുകൊണ്ട് തന്നെ ഷവർമ്മ. അത് വേറെ കാര്യം, മരുമോളാണ് കൊണ്ടു കൊടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മയുടെ ഈ പറഞ്ഞ ഒരു പെട്ടെന്ന് ഉത്തരം പറയാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് കിട്ടിയത് ഉമ്മയുടെ എന്തൊരു സംഗതി വന്നാൽ അന്നേരം തന്നെ ആ വാക്കനുസരിച്ച് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. അത് ഉമ്മ എന്ന് പരിശീലിച്ചതാ, അക്ഷരം പഠിക്കുന്ന സമയത്ത് പരിശീലിച്ചത്. അല്ല, ഉമ്മയുമായിട്ട് ഇങ്ങനെ എത്ര അടുത്ത് നിന്ന് പോകാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെ. ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൽ തിരക്കുകളുണ്ട്, ഓട്ടങ്ങളുണ്ട്, ഇതിനിടയ്ക്ക് എപ്പോഴും ഉമ്മയെ കാണാതിരിക്കില്ല എന്ന് ഉമ്മ പറയുന്നു, ഉമ്മയോട് സംസാരിക്കാതിരിക്കില്ല എന്ന് പറയുന്നത്. അതിനുള്ള ഇതിനൊക്കെ എങ്ങനെ ഒരു സമയം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെയല്ല, അതിനകത്തൊരു കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വർഷങ്ങൾ ഇത്രയുമായിട്ട് നമ്മളിങ്ങനെ പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നെ ഉമ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. നമ്മളിപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയുടെ വയസ്സ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞു തന്നാൽ ഉമ്മയുടെ വയസ്സ് കുറയുമ്പോൾ എൻ്റെ വയസ്സ് കുറയും. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മൾ രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഇപ്പം ഉമ്മ എവിടെങ്കിലും പോയാൽ എനിക്ക് ആദ്യം മിസ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മളൊരു 5:30-ക്കോ 5:50-നോ ഒക്കെ എഴുന്നേറ്റ് താഴോട്ട് വരുമ്പോൾ മറ്റേത് ഉമ്മയുടെ മുറി തുറന്ന് കിടക്കും, ഉമ്മ അവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് വരും, ഡോറ് തുറന്നു തരും, ഇങ്ങനെയൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്. ആ സമയത്ത് ചിലപ്പം വീട്ടിലൊക്കെ ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ മുറികളിലോ ഒക്കെ ആയി. പിന്നെ വൈകുന്നേരം വരുമ്പോഴും ഒക്കെ വരുന്ന ഒരു സംഗതിയുണ്ട്, ഗേറ്റ് തുറന്നു നമ്മൾ വരുമ്പോഴും കാത്തിരിക്കുന്നതും എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ അതിൽ വേറൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുണ്ട്. വാപ്പായെ സംബന്ധിച്ചിടത്തോളം വാപ്പായെ നമുക്ക് അങ്ങനെ നമുക്കൊന്ന് നോക്കാനും വാപ്പായെ ഒന്ന് ഓർമ്മയോടെ കൊണ്ടു നടക്കാനും നമ്മുടെ ഒരു ജീവിതത്തിന്റെ മാറ്റങ്ങൾ വാപ്പായെ അനുഭവിപ്പിക്കാനും സാധിച്ചില്ല. കാര്യം അതിനു മുമ്പേ വാപ്പ മറവി രോഗത്തിലായി, പിന്നെ വാപ്പ യാത്രയായി. നമ്മൾ നോക്കി പരിചരിച്ചു, അതൊക്കെ എല്ലാം ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ അതൊരു വലിയ വിഷമമുണ്ട്. ആ വിഷമവും കൂടെ ഉമ്മായിക്ക് ഇപ്പൊ വിചാരിക്കുന്നത് സ്നേഹം മൊത്തം ഉമ്മായിക്ക് ഉള്ളതുകൊണ്ട് കൊടുക്കുക, അങ്ങനെയല്ല, വാപ്പാടെയും കൂടെ അമ്മായിക്ക് കൊടുക്കുന്നു. കേട്ടോ അത് കേട്ടാ, മൊത്തം സ്നേഹം ഇല്ലെന്ന്, മൊത്തം ഇല്ലെന്ന്, അല്ല ഇത് പകുതിയും കൂടെ വാപ്പാടെ പകുതിയും കൂടെ ഉമ്മായിക്ക് തരുവാന്ന്. അല്ല അത് ഉമ്മയുടെ എത്ര മതിയായിരിക്കില്ല വഴക്ക്. അല്ല, നല്ലോണം ഇരിക്കുന്ന ഉമ്മാടേതാ. അപ്പൊ രണ്ട് സ്വഭാവം ഉണ്ട്, എന്നാലും പൊന്നുമോനാണ് അല്ലേ? അല്ല, ഉമ്മായിക്ക് കാണാതിരിക്കാൻ വിഷമം കൊണ്ടാണ് ഉമ്മ പറയുന്നത്. ദൂരെ പോകുമ്പോൾ ഉമ്മായിക്ക് ഒരു ഫീൽ ഉണ്ട്, ഉമ്മായിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നു, അപ്പൊ ഞാൻ അടുത്തുണ്ട്, എപ്പോഴും ഉണ്ടാവണം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്കൊരാവശ്യം വന്ന് കൊണ്ടുപോയില്ലേ, ഇത്ര കടന്നിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്ന് കിടത്തി. അന്താരാഷ്ട്ര ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്ന് കിടത്തി ഉമ്മയുടെ അസുഖത്തിനൊക്കെ അന്ന് കാണിക്കുകയൊക്കെ ചെയ്തു, പല അസുഖങ്ങളും. ഓ, നന്നായി. പിന്നെ ഉമ്മയുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തിരിക്കും. ഉമ്മായിക്ക് കളിക്കാനും വഴക്കിടാനുമായിട്ട് 3 പിള്ളേർ സദാസമയം ഇവിടെ. ഉമ്മ എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ തന്നെ ഉമ്മ വളരെ മൂഡൌട്ടായിട്ട് വരുമ്പോൾ ഞാൻ പറയുമ്പോൾ വിഷമിക്കണ്ട, 3 കൂട്ടുകാരും റെഡിയായി ഉമ്മായിക്ക് അവിടെ നിൽപ്പുണ്ട്. ഉമ്മായിക്ക് അവിടെ ചെല്ലുമ്പോൾ ഇവരെ മിസ് ചെയ്യും, കാരണം ഇവരെല്ലാവരും ഉണ്ടെന്നുള്ള രീതി. പിന്നെ ഉമ്മയുടെ സൗകര്യത്തിനനുസരിച്ച് അതിപ്പം നമ്മുടെ മാത്രമല്ല, വീടുകളിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കത് ആദ്യം പറ്റിയില്ലായിരുന്നു. നമ്മുടെ ഈ ഉമ്മയുടെ ബാത്റൂം അല്ലെങ്കിൽ ഉമ്മാമാർ ഉപയോഗിക്കുന്ന ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിച്ച് കളഞ്ഞിട്ട് വീടിന്റെ നമ്മുടെ റൂമിന്റെ ഹൈറ്റിൽ തന്നെ പരുക്കനാക്കി, അവിടെ വേറെ മോഡലൊന്നും നോക്കില്ല, നല്ല പരുക്കനാക്കി ഇട്ട് കൊടുത്താൽ അവർക്ക് സ്വതന്ത്രമായി കയറി ഇറങ്ങി പ്രാഥമിക ആവശ്യങ്ങളൊക്കെ. മറ്റേതല്ലേ തെന്നും. അങ്ങനെയാണ് ഒരു തവണ ഉമ്മ വീണത്. ഇവിടെ എങ്ങും ഉള്ളതുപോലല്ല അതിനകത്ത് ടൈല് വളർത്തുന്നത്. അപ്പൊ അതെല്ലാം ഇപ്പൊ റെഡിയാക്കി ഉമ്മായ അത്രയും ഒരു കോൺഫിഡൻസ് ഉമ്മായിക്ക് വേറെ എവിടെ നിന്നാലും കിട്ടും. അതെ. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മയോട് അത്രത്തോളം വലിയ സ്നേഹമുള്ള ഒരു മകനെ കിട്ടിയത് ഉമ്മയുടെ ഭാഗ്യം. അതേപോലെ തന്നെ ഉമ്മക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടിയതും ഉമ്മയുടെ ഭാഗ്യം. ഞങ്ങൾക്ക് അങ്ങോട്ടും അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചാല് അതിനെല്ലാം തർക്കുത്തരമായിരിക്കും. ഉമ്മയുടെ മറുപടി അതെ, എന്റെ മറുപടി അതെ.
ഞങ്ങൾക്കൊന്നും അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. അതിപ്പോ പെങ്ങന്മാരുടെ അടുത്ത് ചോദിച്ചാലും ഇപ്പം ചില വിധത്തിൽ എൻ്റെ ജീവന്റെ ജീവനാണ്, എൻ്റെ കൽബിന്റെ കഷണമാണ്, അങ്ങനെയൊന്നുമില്ല. അതൊന്നും വാക്കുകളിലല്ല, അല്ലാതെ തന്നെ ഞങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ പരസ്പരം സന്തോഷമായിട്ട് അങ്ങനെ നിങ്ങളിപ്പം വന്നിപ്പം രഘുവന്തൻ ഈ ചോദ്യം ഉമ്മാടുത്ത് ചോദിച്ചാൽ പറയാ പിന്നെ നല്ലൊരു ചരക്ക് സ്നേഹിക്കാൻ ഇങ്ങനെ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം ചോദിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കും. അല്ല ഇനി എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഈ മകനെ കുറിച്ച് ഉമ്മയുടെ ഒരു അഭിപ്രായം എന്താണ്? ഒരു കുറച്ച് വാക്കിൽ പറയണം. നല്ല മോനാ, അത്രയേ ഉള്ളൂ. ആ വാക്കിൽ മതി. മോനെ നല്ലതോ നാളെ വരും ഉമ്മ ആ ഒരു പേടി കൊണ്ടാണ് പറയാത്തത് അല്ലേ? എന്നാലും ഉമ്മക്ക് രണ്ടാമക്കളും എനിക്ക് ഇഷ്ടം. രണ്ടാമക്കളല്ല, എനിക്ക് തോന്നുന്നു ഉമ്മയുടെ എല്ലാ മക്കളും തീർച്ചയായിട്ടും ഉമ്മ എല്ലാവരെയും അതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അല്ലാതെ. അത് നല്ലത് തന്നെ. മരുമക്കളെ ആയാലും കൊച്ചുമക്കളെല്ലാം 19 പേര് 100 പിള്ളേരുണ്ട്. 100 പേരെല്ലാവരും ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിയായിരുന്നു. അത് സത്യമാണല്ലോ, നിങ്ങളൊരു വലിയ ഫാമിലി ആയിരിക്കും എന്തായാലും അല്ലേ? വലിയ കുടുംബമായിരിക്കും. മക്കളുടെ മക്കളുണ്ട്, 4 പേരെ 4 തലമുറയുണ്ട്. അതൊരു വലിയ ഭാഗ്യല്ലേ? ഇനിയിപ്പോ ഒരു 3-4 പേരും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന പോലെ ഉമ്മ ഇങ്ങനെ ഇനിയും ആരോഗ്യവതിയായിട്ട് സന്തോഷവതിയായിട്ട് ഇരിക്കട്ടെ. സന്തോഷം ഉമ്മക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാരണവശാലും ഉമ്മക്ക് സന്തോഷത്തിനൊരു കുറവില്ല. എനിക്ക് കാണുമ്പോഴല്ല ഉമ്മ എപ്പോഴും ചിരിച്ച മുഖമായിട്ടിരിക്കുന്നത്. പിന്നെ ഉമ്മ എന്ത് കാര്യം, അമ്മ നല്ല കൗണ്ടർ പറയും, നല്ല തമാശ പറയും. അപ്പോൾ സന്തോഷം. ഞങ്ങൾ ഉമ്മ, അനിൽക്കാട് ഉമ്മ, ഞങ്ങളുടെ എല്ലാം ഉമ്മ ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ്. ഉമ്മ എപ്പോഴും സന്തോഷവതിയാണ്. എല്ലാ മക്കളോടും ഒരേപോലെ, ഒരു മക്കളെ ഒരിക്കൽ പോലും നുള്ളി നോവിച്ചിട്ടില്ലാത്ത, എന്നാൽ ആ മക്കളൊന്നും വഴിവിഴച്ച് പോകാതെ എല്ലാം നല്ല മക്കളായിട്ട് തന്നെ വളർന്നു എന്നുള്ളത് മറ്റൊരു ചരിത്രം. അതിന് ഉമ്മ പറയുന്ന കണക്ക് ബാപ്പ അടിക്കുമ്പം പകുതി അടി ഞാനും കൂടെ അടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഉമ്മ അങ്ങനെയെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ മക്കളോട് സ്നേഹം, മക്കൾക്ക് സ്നേഹം, ആയുരാരോഗ്യ സൗഖ്യവും. ഇനി ഒരുപാട് നാൾ ഉമ്മ ഇങ്ങനെ ആരോഗ്യത്തോടെ നല്ല കൗണ്ടറുകൾ പറയണം. ഉമ്മ നല്ല തമാശ പറയുന്ന ആളാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഉമ്മക്കൊരു ആശങ്ക ഉണ്ടായിട്ട് വലുതായിട്ട് പറയായിരുന്നു അല്ലേ?